അസ്സലാമലൈക്കും. അപ്പൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നല്ലൊരു അരിയുണ്ടയുടെ റെസിപ്പിയാണ് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള അരിയുണ്ടയുടെ റെസിപ്പിയാണ്. അപ്പോൾ അതിലേക്ക് ഞാനൊരു 3/4 കപ്പ് നല്ല കുത്തരി നന്നായിട്ട് വാഷ് ചെയ്ത് നന്നായിട്ട് ഡ്രെയിൻ ചെയ്തതിന് ശേഷം നല്ലൊരു മണ്ണിൻ്റെ ചട്ടി എടുത്ത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഈ അരി ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. എന്നെങ്കിലാണ് ശരിക്കത് പൊട്ടിപ്പൊരിഞ്ഞ് നന്നായിട്ട് വറുത്ത് വരുള്ളൂ. അപ്പോഴാണ് നമ്മളെ ഉണ്ടക്ക് നല്ല ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ ചട്ടി നന്നായി ചൂടായതിന് ശേഷം ഞാൻ ഈ അരി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് സീഡ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് നട്ട്സ്. അപ്പോൾ ഇതിൽ ഞാൻ കാഷ്നട്ട് ഉണ്ട്, വാട്ടർ ലെമൺ സീഡ് ഉണ്ട്, അതുപോലെ പംകിൻ സീഡ് ഉണ്ട്, പിന്നെ കറുത്ത എള്ളുണ്ട്, വെളുത്ത എള്ളുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള അത്രയും ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് ഏലക്കട തരിയും ഞാനിതിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് പൊട്ടി പൊട്ടി പൊരിഞ്ഞു വരുന്നുണ്ട് നമ്മളെ അരി കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള കേട്ടോ. കാരണം നമ്മൾ ഈ ഒരു കർക്കിടക മാസത്തിലൊക്കെ എള്ള് ധാരാളം നമ്മൾ കഴിക്കട്ടെ. എപ്പോഴും എള്ള് കഴിക്കണം നല്ലതാണ്. നമ്മളെ ജോയിൻറ്റ് പെയിനിനൊക്കെ, നമ്മളെ മസിൽ വേദന, ജോയിൻറ്റ് പെയിൻ, അതുപോലെ ഒരുപാട് നമുക്ക് അയണിൻ്റെ കണ്ടൻറ്റ് കൂടാനൊക്കെ അടിപൊളിയാട്ടോ. അപ്പോൾ എള്ളൊക്കെ നമുക്ക് എപ്പോഴും നമ്മളെ നിത്യജീവിതത്തിൽ നമ്മളെപ്പോഴും ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യമെങ്കിലും ഏതെങ്കിലും തരത്തിൽ എള്ളൊക്കെ നമ്മളെ ശരീരത്തിലേക്ക് ആവണം. നല്ല നമ്മളെ നീർക്കെട്ട്, ശരീരത്തിലുണ്ടാകുന്ന നീർക്കെട്ട്, തലനീരർക്കൊക്കത്തിനും നല്ലതാട്ടോ. വയറൊക്കെ അടിപൊളിയാവാനും പ്രത്യേകിച്ച് നമ്മളെ ബ്ലഡിൻ്റെ കൗണ്ട് കൂടാനൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ഞാൻ അരി നന്നായിട്ട് പൊട്ടിപ്പൊരിഞ്ഞതിന് ശേഷമാണ് ഈ നട്ട്സുകളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തത് കേട്ടോ. എന്നിട്ട് ഞാൻ തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് നമ്മളിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നത്. ആ ഒരു ചട്ടിൻ്റെ ചൂട് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്നിട്ട് തന്നെ നമ്മൾ അരിൻ്റെ ചൂടായിട്ട് തന്നെ നല്ല സ്മെല്ലുണ്ട് കേട്ടോ. നട്ട്സൊക്കെ ഇങ്ങനെ ഒന്ന് വറുത്ത് വരുമ്പോഴുള്ള അടിപൊളി സ്മെല്ലില്ലേ. അപ്പോൾ ചട്ടിയിൽ നിന്ന് നമ്മളിത് വേഗം മാറ്റി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഈ ചട്ടിൻ്റെ ചൂട് കൊണ്ട് കരിഞ്ഞു പിടിക്കുവേ. അപ്പോൾ എള്ളിൻ്റെ ഒക്കെ നല്ല വറുത്ത നല്ല സ്മെല്ലാട്ടോ. അപ്പം ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്കിത് പൊടിച്ചെടുക്കാം. വളരെ ഹെൽത്തി ആയിട്ട് കേട്ടോ. നമ്മൾ കുട്ടികൾക്കൊക്കെ, വളരുന്ന കുട്ടികൾക്കൊക്കെ ഇങ്ങനെയുള്ള നമ്മൾ എപ്പോഴും വീട്ടിൽ നിന്ന് കഴിക്കാനൊക്കെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവരെ ആരോഗ്യത്തിന് നല്ലതാണ് കേട്ടോ. നമ്മൾ പുറത്തുനിന്ന് അതും ഇതുമൊക്കെ വാങ്ങിച്ച് കൊടുക്കണതിന് നല്ലത് കുട്ടികൾക്ക് നല്ല ടേസ്റ്റും ആയിരിക്കും. പക്ഷേ നമ്മളെ വയറിനും നല്ല വിശപ്പുണ്ടാവാനും തളർച്ചക്കൊക്കെ നല്ലതാണ്. അപ്പോൾ എല്ലാം ഞാനൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഒട്ടും തരിയില്ലാണ്ട് തന്നെ പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ആ ഉണ്ടക്ക് നല്ല ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ ഞാൻ നന്നായിട്ട് പൊടിച്ചിട്ടുണ്ട് കേട്ടോ. ഒട്ടും തരിയില്ലാണ്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി കൈകൊണ്ട് ഈ നട്ട്സൊക്കെ നമ്മളൊന്ന് നന്നായിട്ട് കൈകൊണ്ടൊക്കെ ഒന്ന് നന്നായിട്ട് തിരുമ്മിയെടുത്ത്, അപ്പോൾ ഞാനിതിലേക്കുള്ള ശർക്കരക്ക് ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഇതിൻ്റെ കല്ലൊന്നും ഇല്ലാണ്ട് ആണല്ലോ, നല്ല ശർക്കരയാണ്, എങ്കിലും ഞാൻ ഒന്ന് ഉരുക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശർക്കരയൊക്കെ ഏകദേശം നന്നായിട്ട് മെൽറ്റായിട്ട് തന്നെ വരുന്നുണ്ട്. ഇനി നമ്മളിതൊന്ന് ഒരു വറുത്ത ചട്ടി തന്നെ ഞാൻ കഴുകിയതിന് ശേഷം അതിലേക്ക് തന്നെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടോ. ഈ ഒരു ശർക്കരൻ്റെ സിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങയാണ് ഇടണത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ശരിക്കും നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും ഇരിക്കും കേട്ടോ. നമ്മൾ തേങ്ങയൊക്കെ നന്നായിട്ട് ശർക്കരയിലിട്ടൊക്കെ നന്നായിട്ട് വരട്ടിയെടുക്കുമ്പോൾ ഇത് നമുക്ക് ഏകദേശം ഒരു 10-15 ദിവസമൊക്കെ നമുക്കിത് പുറത്ത് വെച്ചിട്ട് തന്നെ കഴിക്കാം കേട്ടോ. ഫ്രിഡ്ജിലാണെങ്കിൽ നമുക്ക് മാസങ്ങളോളമൊക്കെ വെച്ച് കഴിക്കാം. അപ്പോൾ ഈ ഒരു തേങ്ങയൊക്കെ നന്നായിട്ട് കുക്കാക്കണം. അപ്പോൾ നമുക്ക് ഇത് കേടുവരില്ല. ഇതിപ്പോൾ നമ്മൾ ആവശ്യത്തിന് മാത്രം ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. ഞാനിതേപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടാക്കാറുണ്ട്, പക്ഷേ കുറച്ചാണ് ഉണ്ടാക്കാറ്, കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കലുള്ളൂ. അപ്പോൾ ഉണ്ടാക്കണത് അപ്പോഴേ എല്ലാവരും കൂടി കഴിക്കും, അങ്ങനെയാണ്. അപ്പോൾ ഞാനിത് നന്നായിട്ട് തേങ്ങയൊക്കെ ശർക്കരയിൽ മെൽറ്റായതിന് ശേഷം നമ്മുടെ നട്ട്സൊക്കെ പൊടിച്ചത് ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തേക്കും ആക്കണം കേട്ടോ. കാരണം ഈ ഒരു ശർക്കരയിലെ പാനിയിൽ അത് വറ്റണതിൻ്റെ മുമ്പ് തന്നെ നമ്മൾ ഈ ഒരു നട്ട്സിൻ്റെ പൗഡർ ഇതിൽ നന്നായിട്ട് മെൽറ്റായിട്ട് എടുക്കണം കേട്ടോ. അങ്ങനെ വരട്ടി എടുക്കുമ്പോൾ നമുക്കിത് കുറേ നാൾ കേടുകൂടാണ്ട് വെക്കാൻ പറ്റും. അപ്പോൾ ഞാൻ തീ ഇപ്പോൾ ഓഫ് ചെയ്തു കേട്ടോ. തീ ഓഫ് ചെയ്തു. അത്യാവശ്യം നല്ല ഈ ചട്ടി കുറേ നേരം മണ്ണിൻ്റെ ചട്ടിയായ കാരണം ഇതിൻ്റെ ചൂട് കുറേ സമയം നിൽക്കും. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ വറ്റിക്കോളും. അപ്പം ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്.
ഇപ്പോൾ അത് നന്നായിട്ട് വരട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ ഡെൽസിക്കാട്ടഡ് കോക്കനട്ടാണ് കേട്ടോ ഇട്ടത്. നമ്മൾ തേങ്ങയുടെ പൗഡറാണ്. അപ്പോൾ അത് ഞാൻ കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ. നല്ല ഒരു കൊപ്രൻ്റെ നല്ല ആ ഒരു ടേസ്റ്റ് വരും. നമ്മൾ കൊപ്രൻ്റെ തേങ്ങയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ, അത് വരും. അതിന് ശേഷം നമുക്കിത് ചൂടാറുന്നതിൻ്റെ മുമ്പ് തന്നെ നമുക്കിത് ഉരുട്ടി എടുക്കാം കേട്ടോ. അപ്പോൾ അതാ നല്ല ബോളൊക്കെ ആക്കിയിട്ട് ഞാൻ അതിലൊരു കാഷ്നട്ടൊക്കെ നല്ലതായിട്ട് ഷോക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എടുക്കണ കാരണമാണ് കേട്ടോ പിന്നെ കാഷ്നട്ടൊക്കെ വെച്ചത്. ഇല്ലയെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. നമുക്കിതുപോലെ തന്നെ ഉരുട്ടിയിട്ട് നമുക്കിങ്ങനെ കഴിച്ചാൽ മതി. നല്ല ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇപ്പം തന്നെ തീരും കേട്ടോ. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അടിയൊക്കെ നല്ല സോഫ്റ്റാണ്. എങ്കിലത് പൊട്ടി ഒടിഞ്ഞു പോകുന്നില്ല, നല്ല സോഫ്റ്റാണ്.